മിറക്കിൾ സൺഡേ കൊല്ലത്ത് ജൂൺ 16 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഓരോ ദിവസവും കർത്താവ് നമ്മുടെ മുൻപിൽ തന്നിരിക്കുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ കൃപ പുതിയതാണ്. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് ആയിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കോട്ടയത്ത് നിന്നുള്ള സൈമൺ എന്നു പേരുള്ള ഒരു ബ്രദർ തൻ്റെ ലൈഫിൽ കർത്താവ് ചെയ്ത വലിയ സാക്ഷ്യത്തെയാണ് പറയുന്നത്. ബ്രദർ പറയുന്നത് താൻ വർഷങ്ങളായിട്ട് മദ്യപിക്കുമായിരുന്നു. 1996 മുതൽ താൻ മദ്യപിക്കുമായിരുന്നു. മദ്യപിക്കാതെ തനിക്ക് ഉറങ്ങുവാൻ കഴിയത്തില്ലായിരുന്നു. മദ്യം വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്ന് ഉറങ്ങുന്നത് വരെ അത് കുടിക്കുമായിരുന്നു. ഒത്തിരി പ്രയാസം അത് നിമിത്തം താൻ അനുഭവിച്ചിരുന്നു. എന്നാൽ തൻ്റെ ഭാര്യയുടെ ഒരു സുഹൃത്ത് മീറ്റിങ്ങിനെ കുറിച്ച് പറയുകയും കർത്താവിൻ്റെ സുവിശേഷം പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ അതേ തുടർന്ന് മീറ്റിങ്ങിൽ വന്നു. അന്ന് മുതൽ തൻ്റെ ലൈഫ് മാറുവാനിടയായി. ദൈവം അദ്ദേഹത്തെ സൗഖ്യമാക്കി വലിയൊരു ആത്മീയ നന്മയിലേക്ക് കർത്താവ് തന്നെ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. തൻ്റെ പിതാവിന് ഏനസിലൊരു തടുപ്പുണ്ടായിരുന്നു. എന്നാൽ അതും പ്രാർത്ഥനയെ തുടർന്ന് സൗഖ്യമാക്കി. പിന്നെ പോയി കൊളോണോസ്കോപ്പി ചെയ്തു. എന്നാൽ അവിടെ ആ തടുപ്പില്ല. ബ്രദർ പറയുന്ന ഒത്തിരി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് തൻ്റെ കുടുംബത്തെ സന്ദർശിക്കുവാനിടയായി. ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. നിങ്ങളുടെ സമീപേ ആ കർത്താവിനെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ഭവനങ്ങളിലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന ദിവസങ്ങളാണിത്. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. ഞാൻ നല്ലവണ്ണം മദ്യപിക്കുമായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് മദ്യപിക്കുന്ന ഒരു രീതിയായിരുന്നു. ആ മദ്യപാനം ഇല്ലാതെ പകലോ രാത്രിയോ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. ആദ്യം തുടങ്ങിയ ഒരു ബിസിനസ് അത് പരാജയപ്പെട്ടു പോയി. ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചിട്ട് അവർ പറഞ്ഞു അത് 2nd സ്റ്റേജ് ക്യാൻസർ ആണ്. വചനം ഒരു മനുഷ്യനെ തൊട്ടാൽ എങ്ങനെ മാറ്റം സംഭവിക്കുന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഞാൻ. സൈമൺ ബ്രദർ കോട്ടയത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഈ സാക്ഷ്യം പറയേണ്ടതിന് ഈ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ കാണുന്ന ആളുകൾ യേശുവിൻ്റെ ധൈര്യം, കൃപ അനുഭവിക്കേണ്ടതിന് ആണ് ഈ സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന. സഹോദരങ്ങളെ, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭവനത്തിനകത്തൊരു അത്ഭുതം നടക്കുന്നു എന്ന പൂർണ്ണ ഉറപ്പോടെ ഇത് കാണാൻ തുടങ്ങിയാട്ടെ. ഞങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ വന്ന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല, തൊടേണ്ട ആവശ്യമില്ല. അദൃശ്യനായ കർത്താവിൻ്റെ കരം നിങ്ങളുടെ വീട്ടിനകത്ത് ഈ പകൽ നീട്ടിയിരിക്കുന്നു എന്ന ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഈ പകൽ അസാധാരണമായി ചിലത് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുകയാണ്. ഒന്ന് കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ചു. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് ആരാധന തുടങ്ങുമ്പോൾ തന്നെ ചിലതുണ്ടാകട്ടെ. ഞാൻ ഇദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിന്റെ ഒരു രത്നച്ചുരുക്കം ഒന്ന് പറയുക. തൻ്റെ മുമ്പിൽ 40 ലക്ഷം രൂപയുടെ കടഭാരമുണ്ടായിരുന്നു. 96 മുതൽ മദ്യപിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. ഉറങ്ങണമെങ്കിൽ മദ്യപിക്കണമെന്ന സ്ഥിതിയായിരുന്നു. ബ്രദറിന്റെ വീടുകളിൽ പങ്കെടുക്കുന്ന സഹോദരന്റെ ഭാര്യയാണ് തൻ്റെ വൈഫിനെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത്. സ്കൂളിൽ ജോലി ചെയ്യുന്ന തങ്ങളുടെ വിഷമാവസ്ഥ കണ്ടിട്ട് ഭാര്യയെ വചനം വായിക്കാൻ പ്രേരിപ്പിച്ചു. കഴിഞ്ഞില്ല. മെല്ലെ മെല്ലെ അടുത്ത പടിയിലേക്ക് വന്നു. ഒരു കോട്ടയത്ത് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഇടയാകുന്നു. അവിടെ വെച്ച് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനം തന്നെ തൊട്ടു. അപ്പോൾ ഇന്ന് ആരെങ്കിലും വീടുകളിൽ അവിശ്വാസത്തിൽ തളർന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് അവർക്ക് എന്താകാൻ പോവുക? ആമേൻ. ഷുഡ് ബി എ ബ്ലെസ്സിംഗ് ടു യു. അവരുടെ വീടുകൾ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. മദ്യപിക്കുന്ന ഫാമിലികൾ ആരെങ്കിലും നിങ്ങളുടെ അടുക്കലുണ്ടെങ്കിൽ ആ സഹോദരിമാരെ വിളിച്ചാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ആമേൻ. ആമേൻ. ഒന്ന് കൈ അടിച്ചു പറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും കേട്ടോ. ആ സഹോദരിയോടൊന്ന് വിളിച്ചു പറഞ്ഞ് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. കഴിഞ്ഞില്ല, അതൊരു വലിയ അത്ഭുതം കൂടെ ഉള്ളത്. തൻ്റെ ലൈഫിൽ അത്ഭുതപൂർവമായ ഉറക്കം കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇന്ന് പകലിൽ നമ്മളെ കാണുന്ന ആരെങ്കിലും വീട്ടിൽ ഉറക്കമില്ലാത്തവരായി കാണുന്നുവെങ്കിൽ ആ ഉറക്കത്തെ കൊടുക്കാൻ എൻ്റെ യേശുവിന് കഴിയും.
കഴിഞ്ഞില്ല കേട്ടോ. ഒരു ദിവസം അച്ഛന് മോഷൻ പോകുന്ന ഭാഗത്ത് ഒരു തടിപ്പുണ്ടായിരുന്നു. മാത്രമല്ല തടിപ്പ് ക്യാൻസറാണെന്ന് അറിഞ്ഞു. ഓപ്പറേഷൻ കൂടാതെ കർത്താവ് അതിനെ കരുതി എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. ആമേൻ, ആമേൻ. കഴിഞ്ഞില്ല. അത്ഭുതപൂർവമായി ദൈവം ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യം കൂടെയാണ്. അതുകൊണ്ട് എന്നെ കാണുന്ന ആളുകൾ, മദ്യപിക്കുന്ന ആളുകളെ വിളിച്ചു പറയണം, സമാധാനമില്ലാത്ത വീടുകളെ വിളിച്ചു പറയണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന മറുപടി കിട്ടാത്ത ആളുകളെ വിളിച്ചു പറയണം, ക്യാൻസർ എന്ന് പറയുന്ന ആളുകളെ വിളിച്ചു പറയണം, എന്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നു. ആമേൻ, ആമേൻ. വണ്ടർഫുൾ ജീസസ്, വണ്ടർഫുൾ ജീസസ്. ആമേൻ. അത്ഭുതമന്ത്രിയാം യേശുവേ, വീര്യഭുജമുള്ള കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കും. യേശുവേ, ഓ ക്യാൻസർ മാറ്റാൻ കഴിവുള്ള, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള അത്ഭുതമന്ത്രിയാം യേശുവേ, ആരാധന, 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 ആരാധന യേശുവേ. സൈമൺ ബ്രദറെ മുന്നോട്ട് വന്നാട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധയോടെ സാക്ഷ്യം കേട്ടാട്ടെ. വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യട്ടെ. ഓ അത്ഭുതമന്ത്രിയാം യേശുവേ, വീര്യഭുജമുള്ള കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കും. യേശുവേ, യേശുവേ. സാക്ഷികളുടെ ഇത്രയും വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ സാക്ഷികൾ നമ്മൾ കേൾക്കുന്നത് നല്ലതാകും. ആമേൻ. സാക്ഷ്യങ്ങൾ മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു എന്നാണ് പറയുന്നത്. ആമേൻ. സോ ഈ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ വീടിനും അനുഗ്രഹമാകട്ടെ. കുറച്ചും കൂടെ മുന്നോട്ട് നിന്ന് പറഞ്ഞേട്ടെ ബ്രദറെ. സൈമൺ ബ്രദർ വരുന്ന പേരല്ല എനിക്ക് അറിയാമെങ്കിൽ ഒന്നും കൂടെ ചോദിക്കുവാണ്. നമ്മുടെ സമൂഹത്തിനെ കേൾക്കുന്ന ആളുകൾക്ക് പ്രയോജനമാകാൻ വേണ്ടിയിട്ട് ഇവിടെ പേരൊന്ന് പറഞ്ഞേട്ടെ. സൈമൺ എന്നാണ് പേര്. എവിടുന്ന വരുന്നേ? കോട്ടയം ചർച്ചിലാണ് വരുന്നത്. ആമേൻ. കോട്ടയത്ത് അടുത്ത് ഏറ്റുമാനൂർ എന്നാണ് എന്റെ പ്രോപ്പർ പ്ലേസ്. ആമേൻ. എത്ര നാളുകൾ മുമ്പ് ബ്രദർ നമ്മുടെ മീറ്റിങ്ങിന് പങ്കെടുത്തത്? എന്തായിരുന്നു മീറ്റിങ്ങിന് പങ്കെടുക്കാനുള്ള കാര്യം? ആ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നതിന് മുമ്പുള്ള സ്ഥിതി വിശേഷം എങ്ങനെയായിരുന്നു പറയാവോ? ഞാൻ നല്ലവണ്ണം മദ്യപിക്കുമായിരുന്നു. മദ്യപിക്കാതെ എനിക്ക് ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഉറങ്ങണമെങ്കിൽ വേണ്ടിയിട്ട് സത്യത്തിൽ മദ്യപാനം തുടങ്ങിയ കാരണം എന്തോ? തുടങ്ങിയത് ഞാൻ അങ്ങനെ കൂട്ടുകാരുടെ കൂടെയൊക്കെ മദ്യപിച്ച് തുടങ്ങിയതായിരുന്നു. കൂട്ടുകാരോട് കൂടെ മദ്യപിച്ച് തുടങ്ങിയതായിരുന്നു. പക്ഷെ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ നല്ലവണ്ണം മദ്യപിക്കുകയും ആ മദ്യപാനം ഇല്ലാതെ പകലോ രാത്രിയോ എനിക്ക് ഉറങ്ങാൻ കഴിയില്ലായിരുന്നു. ശരിക്കും കള്ളുകുടിക്കുന്ന ഒരു ദിവസം പോലും കഴിക്കാൻ. എത്ര നാൾ എത്രത്തോളം കഴിച്ചു ബ്രദർ? എത്ര നാളിലാ എന്നാ മദ്യപാനം തുടങ്ങി? 96 മുതൽ നന്നായിട്ട് മദ്യപിക്കുക. 96 മുതൽ കുടിക്കുന്നയാളായിരുന്നു. എല്ലാ ദിവസവും കുടിക്കുമായിരുന്നു. എന്തെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടാണോ കുടിച്ചു തുടങ്ങിയത്? വിവാഹത്തിന് മുമ്പ്? വിവാഹത്തിന്റെ തൊട്ട് മുമ്പ് മുതൽ കുടിച്ചു തുടങ്ങി. പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാള് കള്ളു കുടിക്കുന്ന ആളായിരുന്നു. സത്യത്തിൽ കള്ളുകുടിയാണോ പ്രാർത്ഥനയിലേക്ക് എത്തിച്ചത് പറയാവോ? കള്ളുകുടിയ കാരണം വീട്ടിലൊരു അസമാധാനം ഉണ്ടായിരുന്നു. കള്ളുകുടിക്കുന്ന വീട്ടിലെല്ലാം അസമാധാനം ഉണ്ട്. അപ്പൊ അതുകൂടാതെ വീട്ടിലെല്ലാവർക്കും അതിനെക്കുറിച്ചൊരു വളരെ ഒരു വേവലാതി ഉണ്ടായിരുന്നു. എന്റെ മദ്യപാനത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഞാൻ അധികം പുറത്തു പോയി മദ്യപിക്കില്ലായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് മദ്യപിക്കുന്ന ഒരു രീതിയായിരുന്നു അധികം. പക്ഷെ മദ്യപാനം തുടങ്ങിയാൽ ചിലപ്പോ വെളുക്കുന്നവരെയൊക്കെ ഇരുന്ന് മദ്യപിക്കുമായിരുന്നു. ആരും കൂട്ടുവേണ്ട. അപ്പൊ ഒരു അപ്പോസ്തലനാകാനുള്ള ലക്ഷണമില്ല, പാസ്റ്റർ ആകാനുള്ള ലക്ഷണമുള്ളൂ. എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല പറഞ്ഞ ടീച്ചർ ആവാനുള്ള ലക്ഷണമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രസംഗിച്ച് കളയും പുള്ളി കേട്ടോ. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ 4 പേര് കാണുന്നത് പറയുന്നത്. ആമേൻ. ഒറ്റയ്ക്ക് ഇരുന്ന് കള്ളു കുടിക്കും, ഒരു മടിയും ഇല്ല. എന്ത് കള്ളു കുടിക്കുന്നത് വയറ് നിറയും കുടിക്കും. രാത്രി നേരം വെളുക്കുന്നവരെ എപ്പോ എനിക്ക് ഉറക്കം വരുന്നു എന്ന് തോന്നുന്നവരെ ഞാൻ കഴിക്കുമായിരുന്നു. ഉറക്കം വരുന്നതാണ് കൊള്ളുകൂടി നിർത്താനുള്ള. അപ്പൊ എന്റെ ഭാര്യ ഇടയ്ക്ക് വന്ന് സംസാരിക്കും, കുഞ്ഞുങ്ങളായിരിക്കും. അവര് ചിലപ്പോ വഴക്കുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. സ്വാഭാവികമല്ലേ? സ്വാഭാവികമാണ്. അവര് ചിലപ്പോ എടുത്തോണ്ട് ബോട്ടിലൊക്കെ എടുത്തോണ്ട് പോകും. അതിന്റെ കൂട്ടത്തിൽ അടിയുണ്ടാവാം, വഴിയുണ്ട്. അതെ. അപ്പൊ നമ്മള് വീണ്ടും ചോദിക്കും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു. സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു വീട്ടിനകത്തുണ്ടായിരുന്നു. അതുകൂടാതെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക ബാധ്യതയുള്ള ഒരാളുടെ വീട്ടിൽ സമാധാനം ഇല്ലാതിരിക്കും. അതിന്റെ കൂട്ടത്തിൽ കള്ളുകൂടിയും കൂടെ ആയി കഴിഞ്ഞാലുള്ള സമയം കൂനിന്മേൽ കുരു എന്നതുപോലെ. പറഞ്ഞാട്ടെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വൈഫ് ഒരു ടീച്ചറാണ്. ടീച്ചറിന്റെ ഏത് സ്കൂളിലാണ് ജോലി? ഏറ്റുമാനൂർ SFS എന്ന് പറയുന്ന പബ്ലിക് സ്കൂളിലാണ്. നമ്മുടെ കോട്ടയം ചർച്ചിൽ ഞങ്ങൾക്ക് മുമ്പ് ഒരു സിസ്റ്റർ വരുക, ഒരു ടീച്ചറാണ്. അവരും എപ്പോഴും
അവരോടൊക്കെ എൻ്റെ ഭാര്യ പറയുമായിരുന്നു എൻ്റെ മദ്യപാനത്തെക്കുറിച്ചും ദുശ്ശീലങ്ങളെക്കുറിച്ചും. സ്വാഭാവികമാണ്, നമ്മൾ ഭാരമുള്ള ഒരാൾ മറ്റൊരാളോട് പങ്കുവയ്ക്കുക എന്ന് വലിയ കാര്യമാണ്. ഞാൻ എൻ്റെ ഇടയിലൊരു കാര്യം പറയട്ടെ, യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങളോട് പറയട്ടെ, ഇപ്പോൾ ഇതുപോലെ ഭാരമുള്ള വീടുകളിൽ നിങ്ങൾ വിളിച്ചാട്ടെ. സൈമൺ ബ്രദറിന്റെ ഭാര്യ മുന്നോട്ട് വന്നതാണ് ഈ വിധത്തിലെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തിയതെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ കൗൺസിലിങ്ങിന്, നിങ്ങളുടെ ആശ്വാസവാക്കിനെ ഇപ്പോഴും പ്രവർത്തിക്കാൻ കഴിയും. എന്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനാണ്. ചിലരെ വിളിച്ചോട്ടെ, നമുക്കൊരാളോട് സുവിശേഷം പറയാം. സോളി സത്യത്തിൽ കുടിയന്മാരോടെന്ന് പറയുമ്പോൾ ഞാനും കള്ളു കുടിക്കുന്നയാളായിരുന്നു. 13 വയസ്സിൽ തുടങ്ങിയേ ഉള്ളൂ, കുറച്ച് നേരത്തെ തുടങ്ങി. ബ്രദറിനേക്കാൾ കുറച്ചും കൂടെ നേരത്തെ തുടങ്ങി. വഴി കിടന്നില്ല, വീട്ടിൽ വെച്ച് കൊണ്ടുപോയി അടിക്കാൻ പെർമിഷൻ ഇല്ലായിരുന്നു, പക്ഷെ തല്ലിപ്പുള്ളിയായി ജീവിച്ചു. പക്ഷേ യേശുവിന്റെ സുവിശേഷം എന്നെയും മാറ്റിയെങ്കിൽ ഈ സുവിശേഷം ഇന്ന് പകൽ എന്നെ കാണുന്ന പല കുടുംബങ്ങളെയും അവന്റെ ശക്തി കൊണ്ട് മാറട്ടെ. വൈഫിനോട് കൂടെയുള്ള പഠിപ്പിച്ചിരുന്ന ടീച്ചർ സുവിശേഷം പറഞ്ഞു. ആമേൻ, ആമേൻ. അതൊരു വലിയ കാര്യമല്ലേ? ആമേൻ. കർത്താവ് ഓരോ മുഖാന്തരങ്ങൾ ഒരുക്കുന്നതല്ലേ. നമ്മൾ വാസ്തവത്തിൽ ഒരു മുഖാന്തരമാകുമ്പോഴാണ് ദൈവം സ്വർഗം സന്തോഷിക്കുന്നത്. ആമേൻ. നഷ്ടപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിലും ദൂതന്മാരുടെ ഇടയിലും മഹാസന്തോഷമുണ്ടെങ്കിൽ ആ സന്തോഷത്തിന്റെ ഭാഗമായി നമുക്കും തീരാം. നേരത്തെ വിളിച്ചൊരു ആമേൻ പറഞ്ഞു. The joy to share the gospel. Amen. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, what a joy to share the gospel of God. ആ ജോയ് ചലിക്കട്ടെ. ചിലർ ചോദിക്കാറുണ്ട്, ഇങ്ങേർക്ക് കുറെ കാശ് കിട്ടുന്നോണ്ടായിരിക്കും സുവിശേഷം പറയുന്നത്. സഹോദരാ, കാശ് കിട്ടുമെന്ന് സുവിശേഷയുടെ വേലയ്ക്ക് വന്നതിന് ശേഷം ഇപ്പോഴൊക്കെ മനസ്സിലായേ. പക്ഷെ അതിനേക്കാൾ മുമ്പ് സുവിശേഷയുടെ വേല ചെയ്യുമ്പോൾ ആരും ശ്രദ്ധിക്കുക പോലും ഇല്ലായിരുന്ന സമയത്ത് ഞാൻ സുവിശേഷ വേല ചെയ്തു. ഞാൻ ബസ്സിൽ സുവിശേഷ വേല ചെയ്തു, എൻ്റെ കടയിൽ ചെയ്തു, കയറുന്ന കാറിൽ കയറു, ഓട്ടോറിക്ഷയിൽ ചെയ്തു. ഇപ്പോൾ ഫ്ലൈറ്റിലാണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ വ്യത്യാസമുണ്ട്. ഫ്ലൈറ്റിൽ എൻ്റെ അടുക്ക വന്നിരിക്കുന്ന ആളിനോട് ഞാൻ സുവിശേഷം പറയാറുണ്ട്. ഞാൻ സോളി എൻ്റെ കൂടെ എയർപോർട്ടിൽ വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാണ്, അവിടുത്തെ എയർപോർട്ടിലുള്ള സകല കടകളും എന്നെ പരിചയം മാത്രമല്ല, അവരെന്നെ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ അവരോട് എല്ലാവരോടും ദൂത് പറഞ്ഞിട്ടുണ്ട്, ഒരു വിഷമമില്ല എനിക്ക്. എയർപോർട്ടിലുള്ള എല്ലാ കടയിലും ചെന്നൊരു ചായ കുടിക്കുന്നത്, ചായ കുടിച്ച് അവരൊന്ന് പരിചയപ്പെട്ട് ആദ്യത്തെ പരിപാടി യേശുവിനെ രക്ഷിച്ചത് പറയുന്നത്. ഹല്ലേലൂയ. ഇന്നും കർത്താവിന്റെ കൃപയാൽ സഭകൾ ധാരാളമായി. പക്ഷേ പേഴ്സണലി സുവിശേഷം പറയാൻ എനിക്കൊരു മടിയില്ല. കാരണം എന്നെ രക്ഷിച്ചത് യേശുവാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും പറയുന്നു നിങ്ങളെ രക്ഷിച്ചത് യേശുവാണ്? നിങ്ങളൊരു സുവിശേഷകനാണെന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, നിങ്ങൾ ആദ്യം നിങ്ങളുടെ സാക്ഷ്യം മറ്റൊരാളോട് പറയാൻ മടിയില്ലാതെ എഴുന്നേൽക്കുന്നതാണ്. സോളിയുടെ ഇടയിൽ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചാലോ? ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് പകൽ എനിക്കും ഒരാളോട് കർത്താവിനെ പറയണം? ഓ വാട്ട് എ ജോയ്. വേദപുസ്തകം പറയുന്നൊരു വാക്ക് എനിക്ക് ഓടി വരുമോ സോളി? സുവിശേഷം പറയുന്നവരുടെ കാലുകൾ എത്ര മനോഹരമാണ്. ഓ ലവ് യു ജീസസ്. ഒന്ന് എഴുന്നേറ്റ് വന്നേ. സുവിശേഷം പറയണമെന്ന് ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് വന്നേ. നിങ്ങളുടെ കാലുകൾ നോക്കിയിട്ട് എന്റെ കർത്താവ് പറയും എത്ര മനോഹരവാദ. സോളിമളെ നമ്മളെ കാണുന്ന കുടുംബങ്ങളിൽ ആ അഭിഷേകം വരട്ടെ. സോളിമളെ ഇന്ന് കാണുന്ന കുടുംബങ്ങളിൽ വരട്ടെ. നീ സോളി ഇങ്ങനെ പ്രാർത്ഥിച്ച്. സഹോദരിമാർ യേശുവിന്റെ കൂടെ ശുശ്രൂഷിച്ചവരിൽ കൂടുതൽ പേര് സഹോദരിമാരായിരുന്നു. ആളുകൾക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം പറയുന്നത് അവന്റെ കൂടെ ഒരു കൂട്ടം സഹോദരിമാരുണ്ടായിരുന്നു. സോ സഹോദരിമാർ എഴുന്നേറ്റ് അനേകരോട് കർത്താവിനെ പറയട്ടെ. പറഞ്ഞതുപോലെ ഈ ടീച്ചർ മറ്റൊരു ടീച്ചറോട് സാക്ഷ്യം പറഞ്ഞതുപോലെ കമോൺ പ്രാർത്ഥിച്ചേ. കർത്താവേ, അവിടുത്തെ അഭിഷേകം ചലിക്കട്ടെ. കർത്താവേ, അപ്പാ കർത്താവിന്റെ ശുശ്രൂഷയുടെ കാലത്ത് ഒരു കൂട്ടം സഹോദരിമാർ കർത്താവിന് ചുറ്റുമായിരുന്നതുപോലെ, അപ്പാ യേശുവിനെ ശുശ്രൂഷിച്ചതുപോലെ, അനേകരോട് ഓടി നടന്ന് കർത്താവിനെ പറഞ്ഞതുപോലെ, ചുറ്റുമുള്ള വീടുകളിൽ കയറിയിറങ്ങി കർത്താവിനെ പറഞ്ഞതുപോലെ, അപ്പാ യേശു വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞതുപോലെ, യേശുവിന്റെ സൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്തിയതുപോലെ, അപ്പാ യേശുവിന്റെ സുവിശേഷത്തെ പറഞ്ഞതുപോലെ, അപ്പാ ഈ കാലത്തിലും അതുണ്ടാകട്ടെ. അപ്പാ ഈ കാലത്തിലും അതുണ്ടാകട്ടെ. അപ്പാ കർത്താവിന്റെ കരം ചലിക്കണം. അപ്പാ അവിടുത്തെ സ്നേഹം ചലിക്കട്ടെ. അപ്പാ അവിടുത്തെ അഭിഷേകം ചലിക്കട്ടെ. അവിടുത്തെ കൃപ ചലിക്കട്ടെ. അപ്പാ ഒരു കൂട്ടം സഹോദരിമാർ എഴുന്നേൽക്കട്ടെ. ഒരു കൂട്ടം സഹോദരിമാർ എഴുന്നേൽക്കട്ടെ. അതിശക്തിയോടെ കർത്താവിനെ പറയുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തെ പങ്കുവെക്കുവാൻ തക്കോണം അപ്പാ അവിടുത്തെ പ്രവൃത്തി ഉണ്ടാകണം. അപ്പാ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ.
കർത്താവേ. Amen. അവിടുന്ന് ചെയ്തിരിക്കാൻ സ്തോത്രം. നമ്മള് സുവിശേഷം പറയുന്നത് വരെ എത്തിയുള്ളൂ. പറഞ്ഞാട്ടെ ബ്രദറെ. ആമേൻ. വൈഫിനോട് കർത്താവ് കൃപയാൽ മറ്റൊരാളിലൂടെ സുവിശേഷം അറിയിച്ചു. പറഞ്ഞാട്ടെ. അതെ ബ്രദറെ, വൈഫിനോട് അവിടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, നമ്മുടെ ചർച്ചിൽ വന്നുകൊണ്ടിരുന്ന ഒരു ടീച്ചർ ഇങ്ങനെ വചനത്തെ കുറിച്ച് പറയും, വചനം വായിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ചർച്ച് ഉണ്ടെന്നും ആ ചർച്ചിലേക്ക് നമുക്ക് ഞായറാഴ്ച വർഷിപ്പിന് പോകണമെന്നൊക്കെ വൈഫിനോട് പറഞ്ഞു. പക്ഷെ വൈഫിന് എന്നോട് പറയാൻ ഭയമായിരുന്നു. അങ്ങനെ പതിവ് പോലെ ഒരു ശനിയാഴ്ച വളരെയധികം മദ്യപിച്ചിരുന്ന എന്നോട് ഞായറാഴ്ച രാവിലെ ആയപ്പോൾ വൈഫ് വളരെ എവിടുന്നോ കിട്ടിയൊരു ധൈര്യത്തോടെ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് മീറ്റിങ്ങിന് പോവാ. അപ്പോ എന്നിലും ഒരു ദൈവപ്രവൃത്തി ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവിടെ വൈഫിനോട് പറഞ്ഞു, കുഴപ്പമില്ല, നീ പോയിക്കോ, പക്ഷെ ഞാൻ അവിടെ കൊണ്ടുവിടാം, കോട്ടയം വരെ, ഏറ്റുമാനൂരിൽ നിന്ന് കോട്ടയം വരെ വരണം, അപ്പം ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, നിങ്ങൾ വരണ്ട, നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിരുത്സാഹപ്പെടുത്താൻ വൈഫ് നോക്കിയെങ്കിലും ഞാൻ വൈഫിൻ്റെ കൂടെ വരികയും ആദ്യത്തെ ദിവസം തന്നെ അവിടെ നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കുകയും വചനം കേൾക്കുകയും ചെയ്തു. കൊണ്ടുവിടാന്ന് പറഞ്ഞ ആള് പോയി മീറ്റിംഗ് കൂടി. അപ്പോ കോട്ടയത്ത് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങളും സാധിക്കും കോട്ടയത്ത് വന്ന് പങ്കെടുത്താട്ടെ. അപ്പോൾ ആ ദിവസം തന്നെ എനിക്കുണ്ടായ, ഞാൻ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇവരെനിക്ക് എൻ്റെ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് പല ധ്യാനങ്ങൾക്കും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ ഇതൊന്നും നിർത്തണമെന്ന് ആഗ്രഹിച്ച് ഞാനും പോയിട്ടുണ്ടെങ്കിലും പലപ്പോഴും അതിന് തിരിച്ചു വരുമ്പോൾ ഞാൻ വീണ്ടും ആ മദ്യപാനത്തിലേക്ക് അന്ന് തന്നെ അത് തിരിച്ചു വരും. പക്ഷേ ഞാൻ കോട്ടയം ചർച്ചിൽ വന്നു, ഞാൻ ആ വചനം കേൾക്കുകയും ആ വചന ശുശ്രൂഷയുടെ ഇടയിൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ആ വചനം എന്നെ തൊടുന്നതായിട്ട്. അത് അന്ന് ഞാൻ എൻ്റെ കഴിവല്ല, എൻ്റെ കർത്താവ് എന്നിലേക്ക് ആ കഴിവ് തന്നു. അന്നു മുതൽ ഞാൻ മദ്യം ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മളെ പരിപാലിക്കുന്നതും വീഴാതെ നിർത്തുന്നതും, ഓ വാട്ട് എ ലവിംഗ് ഗോഡ് വി ആർ സർവിംഗ്. പറഞ്ഞാട്ടെ ബ്രദറെ, പറഞ്ഞാട്ടെ. അന്ന് മുതൽ ബ്രദറെ ഞാൻ കോട്ടയം ചർച്ചിൽ സ്ഥിരമായി വരികയും ഇന്നുവരെ ദൈവം എനിക്ക് കോട്ടയം ചർച്ചിൽ പോലും എനിക്ക് മുടക്കാൻ കഴിയില്ല. അതിന്റെ ഇടയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, 40 ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്, എങ്ങനെയാ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നത്? ഞാനൊരു ബിസിനസ്സാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഞാൻ ആദ്യം തുടങ്ങിയ ഒരു ബിസിനസ് അത് പരാജയപ്പെട്ടു പോയി. അത് ആ പ്രോഡക്റ്റ് ഔട്ടാവുകയും കുറച്ച് നാൾ പിന്നെ അതിൻ്റെ ആ മെഷീനറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ബാധകളൊക്കെ, അങ്ങനെ ഒരു ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ നിലവിൽ ബാധ്യതയായിട്ട് നിൽക്കുന്നത്. ഞാൻ അതിനുശേഷം ഒരു ടയർ റീട്രേഡിംഗ് യൂണിറ്റ് തുടങ്ങിയും അതിപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എനിക്കതിനകത്ത് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഇതിനു മുമ്പ് കർത്താവിനെ അറിയുന്നതിന് മുമ്പ് എനിക്ക് കടഭാരത്താൽ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയും, എൻ്റെ കർത്താവ് ഓരോ ദിവസവും എന്നെ വളരെ മനോഹരമായിട്ട് വചനം തരുന്ന ബോധ്യമാണ് നമ്മളെ നടത്തുന്നത്. എനിക്ക് ഒരു ദിവസം പോലും ആ ബാധ്യത ഓർത്തിട്ടുള്ള ഒരു ടെൻഷനോ അങ്ങനെയൊന്നുമില്ല. അതാണ് ഈ മറിയ തെരഞ്ഞെടുത്ത നല്ല അംശം തെരഞ്ഞെടുത്ത ആളെ ഗുണം അല്ലേ? ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുടെ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. എനിക്ക് വഴി തുറന്നു വരുമോ? കർത്താവിനോടൊപ്പം ഇരുന്ന അനുഗ്രഹങ്ങളും ഒഴുകും. തീർച്ചയായും. ഇത് നമ്മളെ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കർത്താവിനെ ഒപ്പം നിന്നാൽ അനുഗ്രഹങ്ങൾ ഒഴുകും. അനുഗ്രഹങ്ങൾക്ക് പ്രോസ്പെരിറ്റി തിയോളജി ഒന്നും വേണ്ട, കർത്താവിനോടൊപ്പം ഇരുന്ന അനുഗ്രഹങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ ബൈബിൾ അറിയാത്ത ആളുകളാ പറയുന്നത്, കർത്താവിനെ അറിയാത്ത ആളുകളാ പറയുന്നത് സമൃദ്ധിയെ പ്രസംഗിക്കുന്നു. അല്ല, യേശുവിന്റെ കൂടെ വസിച്ചാൽ അയാൾ അനുഗ്രഹത്തിലേക്ക് ജീവിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഞങ്ങളുടെ സാക്ഷ്യമാണ്. ഓ ലംബി ചലിയോത്തോ. പറഞ്ഞാട്ട് ബ്രദർ. പിന്നെ ഒരു രോഗസൗഖ്യത്തിന്റെ ഒരു സാക്ഷ്യമുണ്ട് ബ്രദറെ. എൻ്റെ അപ്പച്ചൻ അമ്മ എൻ്റെ കൂടെയുണ്ട്. അവര് ബ്രദറിന്റെ എല്ലാ കോട്ടയം പബ്ലിക് മീറ്റിങ്ങിനും കൊണ്ടുവരുമായിരുന്നു, ഞാൻ വരുമായിരുന്നു. അവർ കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ആളായിരുന്നു. അമ്മയ്ക്ക് ഒരു ക്യാൻസർ വന്നിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അമ്മയ്ക്കും ക്യാൻസർ വന്ന ഓപ്പറേഷൻ കഴിഞ്ഞാണ്. വളരെ അത്ഭുതകരമായിട്ട് അമ്മ ആമാശയത്തിലായിരുന്നു ക്യാൻസർ. ആമാശയം എടുത്ത് മാറ്റിയിട്ട് പക്ഷെ ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നു. കീമോ കഴിഞ്ഞിട്ട് മുടിയൊന്നും പോയിട്ടില്ല. സാധാരണ ക്യാൻസർ വരുന്ന ആൾക്കാർ ഭയങ്കര അത്ഭുതമാണ്. ദൈവം റേഡിയേഷൻ കഴിഞ്ഞിട്ടും അമ്മയ്ക്ക് മുടി കൊഴിച്ചിലൊന്നും. ഇപ്പൊ അങ്ങനെയുള്ള ആളാണ് ദൈവം ഡോക്ടേഴ്സിനെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് എത്ര നന്നായിട്ടല്ലേ. എന്നാൽ അതിനോടൊപ്പം ദൈവത്തിന്റെ കരവും ചലിക്കുന്നത് ഓർത്ത് സ്തോത്രം. അമ്മേ കരുതി. അപ്പച്ചനൊരു ബൈപ്പാസ് സർജറി കഴിഞ്ഞതായിരുന്നു. ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ബ്രദർ പറഞ്ഞ പോലെ ഞാൻ ഒരു ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് കാണുകയും, അപ്പച്ചൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടായി. ഒരു 2-3 പ്രാവശ്യം ഉണ്ടായി. കുറച്ച് കൂടുതലായപ്പോൾ ഞാൻ ആദ്യമൊന്നും അപ്പച്ചൻ സമ്മതിച്ചില്ല.
പോകണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാനത് ഹോസ്പിറ്റലിൽ, കോട്ടയം ഹോസ്പിറ്റലിലായിരുന്നു അവർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞത് കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടെ റൂമിൽ കയറ്റിയിട്ടാണ് അവർ കൊളോണോസ്കോപ്പി ചെയ്തത്. അവർ ആ സ്ക്രീനിൽ എന്നെ കാണിച്ചു തന്നിരുന്നു. അതിനനുസരിച്ച് അവിടെ ഒരു പോളിപ്പ് ഉണ്ടായിരുന്നു. അവരത് ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചിട്ട് അവർ പറഞ്ഞു അത് സെക്കൻഡ് സ്റ്റേജ് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു. അത് ഓപ്പൺ സർജറി ചെയ്യണം. ഓപ്പൺ സർജറി ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചെറിയ പ്ലക്ക് ചെയ്തെടുക്കുന്ന അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത് വോൾ അതിൻ്റെ ഓപ്പൺ ആയി പോവും. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. ഒരു സീരിയസ് ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞു. പക്ഷേ ബ്രദറെ, എനിക്ക് ആ വചനം ബ്രദറിൻ്റെ മീറ്റിങ്ങുകളിൽ കണ്ടപ്പോഴും വചനം കേട്ടപ്പോഴൊക്കെ ഉണ്ടായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്കൊരു വിശ്വാസമുണ്ട്, സൗഖ്യം തരുന്ന നമ്മുടെ കർത്താവ് തീർച്ചയായിട്ടും അസാധ്യമായത് സാധ്യമാക്കും. ഈ അപ്പൻ ഈ സ്ഥിതിയിലാണ് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നത്. അപ്പം പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്ന ആളുമായിരുന്നു. അതെ, പ്രാർത്ഥനയ്ക്ക് ഞാൻ കൊണ്ടുവരുമായിരുന്നു. അപ്പൊ ഒരാഴ്ച മുമ്പാണ്, ബ്രദറിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരാഴ്ച മുമ്പാണ് ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു ഇവിടെയോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ഉടനെ സർജറി ചെയ്യാം, മെഡിക്കൽ കോളേജിലാണല്ലോ. അപ്പം ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞു, അപ്പച്ചനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഏതായാലും ബ്രദറിന്റെ പ്രാർത്ഥനയുണ്ട്. ഞാൻ സാധാരണ അവിടെ ഒരു ലീഡർ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാനുമുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ, കാരണം അതൊരു ഓപ്പൺ സർജറി ഒക്കെ ആകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ലീഡർ ആയതുകൊണ്ട് അന്നത്തെ ദിവസം എനിക്ക് മീറ്റിങ്ങിന് പോകേണ്ടത് ആവശ്യമുണ്ട്. ആ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചു. അതിന്റെ ഇടയിൽ കർത്താവ് ചെയ്യും. അതൊരു നല്ല വാക്കായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കരുതുന്ന രക്ഷകനല്ലേ, ഗുണമാക്കും നല്ലവനല്ലേ. പറഞ്ഞാട്ട് ബ്രദർ. അങ്ങനെ ബ്രദറിന്റെ മീറ്റിങ്ങിന് ഞാൻ അപ്പച്ചനെയും കൊണ്ട് വന്നു. ബ്രദറിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഞാൻ കൊണ്ടുവന്നു. ബ്രദറിനോട് വിവരങ്ങൾ പറഞ്ഞു. ബ്രദർ അപ്പോൾ ശരിക്കും തോന്നി, എനിക്ക് തോന്നുന്നു അപ്പച്ചനൊന്നും അത്ര വലിയ, കാരണം ബ്രദർ ഒന്ന് തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു സർജറി ഒന്നും വേണ്ട, മാറിപ്പോട്ടെ എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ നെക്സ്റ്റ് ഡേയിൽ ഞാൻ അപ്പച്ചനെയും കൊണ്ട് ാണ് കൊണ്ടുപോയത്. അപ്പച്ചനൊരു മിലിറ്ററി റിട്ടയർഡ് ആണ്. അതുകൊണ്ട് അവർക്ക് ഇൻഷുറൻസ് ഉള്ളതിനാൽ ഞാൻ അവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ മതി. അപ്പം ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് സിറ്റിയിൽ കൊണ്ടുപോയി. ബൈപ്പാസ് സർജറി അവിടെ ആയിരുന്നു. ബ്രദർ, അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചതും കണ്ടതും അന്നാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് അവരൊരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് നേരിട്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോയിൻമെന്റ് എടുത്തത്. നേരിട്ട് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ സുരേഷ് എന്ന് പറയുന്ന ഡോക്ടർക്ക് അപ്പോയിൻമെന്റ് എടുത്തു. ഡോക്ടർ ഉടനെ എന്നോട് നിർദ്ദേശിച്ചു ഏതായാലും വന്ന ഉടനെ നമുക്കൊരു കൊളോണോസ്കോപ്പി ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. അവരത് ചെയ്തതിന് ശേഷം എന്നോട് ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങളിത് അവിടെ റിമൂവ് ചെയ്തു എന്ന് ചോദിച്ചു. ഞാൻ ഹോസ്പിറ്റലിലെ റിപ്പോർട്ടുമായിട്ടാണ് ചെന്നത്. അതിനകത്ത് വ്യക്തമായിട്ട് അതിനകത്ത് ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സാറേ, അവിടെ ഒന്നും ചെയ്തില്ല, ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ല, ഒരാഴ്ച മുമ്പ് ഇത് ചെയ്തു, എവിടെയെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പച്ചന് ഇവിടെ ആയിരുന്നല്ലോ നേരത്തെ സർജറി കഴിഞ്ഞു. അതുകൊണ്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഓക്കെ, ഞങ്ങൾക്കത് ഒന്നുകൂടി വ്യക്തമായിട്ട് ഒന്നുകൂടി നോക്കണം. അപ്പം നാളെ രാവിലെ വെളുപ്പിനൊന്ന് വരാൻ പറ്റുമോ, ഇവിടെ സ്റ്റേ ചെയ്യോ അല്ലെങ്കിൽ പോയിട്ട് വരാൻ പറ്റും. ഞാൻ പറഞ്ഞു പോയിട്ട് വരാം. ഞാൻ വണ്ടിക്ക് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ നേരത്തെ ചെന്നു. അവരവിടെ ഒരു ജെല്ലൊക്കെ അപ്ലൈ ചെയ്തിട്ട് എന്തോ ഒരു കൊളോണോസ്കോപ്പി അഡ്വാൻസ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ബ്രദറെ അത് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടും ഈ ഡോക്ടേഴ്സും ടെക്നീഷ്യൻസും എന്നോട് പറഞ്ഞു അത് അവിടെ ഇല്ല. ഇപ്പൊ അപ്പച്ചൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ക്യാൻസർ എന്ന് പറഞ്ഞ സ്ഥിതിയില്ല. എന്റെ കർത്താവ് സൗഖ്യമാക്കി. ഞാൻ ഈ ബ്രദറിന്റെ ഈ സാക്ഷ്യം പറയുമ്പോൾ തന്നെ അദ്ദേഹങ്ങളുടെ ഫോൺ നമ്പറും കൂടെ ഒന്ന് പറഞ്ഞേക്കുക. 94 47 37 94 33. കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് ഈ സാക്ഷ്യം കേൾക്കണമെന്നും മനസ്സിലാക്കണമെന്നൊക്കെ ആഗ്രഹിച്ചാൽ അവർ വിളിച്ച് പറയട്ടെ. കർത്താവ് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പറഞ്ഞാട്ട് ബ്രദറെ, ഇത്രയും കാര്യങ്ങളാണ് ബ്രദർ എന്നോട് പറയാനുള്ളത്. എന്തെങ്കിലും കൂടെ പറയാനുണ്ടോ? കൂടെ പറയാനുള്ളത് യേശു നമ്മുടെ രക്ഷകനാണ്. ആമേൻ. വചനം ഒരു മനുഷ്യനെ തൊട്ടാൽ എങ്ങനെ മാറ്റം സംഭവിക്കുന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഞാൻ. ആമേൻ. അദ്ദേഹം പറഞ്ഞൊരു വാചകം കേട്ടോ, ജോൺ ദാരു ബ്രദർ തൊട്ടതല്ല, മനുഷ്യൻ തൊട്ടതല്ല, വചനം ഒരാളെ തൊട്ടാൽ അയാൾക്കുണ്ടാകുന്ന മാറ്റത്തിന്റെ വലിപ്പമാണ്. സൈമൺ ബ്രദറിനെങ്കിൽ ഇന്ന് പകൽ എന്നെ കാണുന്ന കുടുംബങ്ങളോട് പറയാനുള്ളത്, രക്ഷിപ്പാൻ അവന്റെ കരം കുറുകിയിട്ടില്ല. ഓ രക്ഷകനല്ലേ, ഗുണമാക്കും വല്ലഭനല്ലേ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. പ്രിയ കർത്താവേ, സൈമൺ ബ്രദറെ താങ്ക് യു വെരി മച്ച്. ഇന്ന് കോട്ടയത്ത് നിന്ന് മെനക്കെട്ട് വന്നു. മറ്റനേകരോട് കർത്താവിന്റെ സുവിശേഷം പറയുവാൻ, പങ്കുവയ്ക്കുവാൻ ഞങ്ങളോടൊപ്പം നിന്നു. താങ്ക് യു വെരി മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. വർദ്ധനവിന്റെ, ഉയർച്ചയുടെ,
നന്മയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ വർഷമായി വർഷം തീരട്ടെ. ഓ കരുതുന്ന രക്ഷകനല്ലേ, ഗുണമാക്കും വല്ലഭനല്ലേ. പ്രിയ കഥാവെ, ഞങ്ങളെ കാണുന്ന കുടുംബങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ കുടുംബങ്ങളെ നിറച്ചാട്ടെ. ദൈവിക ഉയർച്ചയാൽ ഈ കുടുംബങ്ങളെ നിറച്ചാട്ടെ. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ, കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. എൻ്റെ ദൈവം മതിയായവനാണെന്ന് പറഞ്ഞാട്ടെ. കർത്താവ് എനിക്ക് മതിയായവനാണ്. എൻ്റെ കർത്താവിനെ കൂടാതെ എനിക്കൊരു അത്ഭുതമില്ല, അടയാളമില്ല, ഒരു സന്തോഷമില്ല. എല്ലാം കർത്താവിനാലാണ് എനിക്ക് നൽകപ്പെട്ടത്. എൻ്റെ ദൈവത്താലാണ് ഞാൻ ആയിരിക്കുന്നത്. നിങ്ങളുടെ കരങ്ങളിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ നന്മകളെയും ചൊല്ലി ദൈവത്തെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവർ അത്ഭുതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തോടെ, അത്ഭുതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈ സമയമായിരുന്നാട്ടെ. കർത്താവെ, ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ വീടുകളെ തൊടണമേ അപ്പാ, ഈ വീടുകളെ തൊടണമേ അപ്പാ. എനിക്കൊരു മോളെ കാണാം. മോള് 10ാം ക്ലാസ്സിൽ എത്തിയിട്ടില്ല. ആ മോള് തൻ്റെ വീട്ടിലെ കാര്യങ്ങളോർത്ത് കരഞ്ഞുകൊണ്ടായിരിക്കുന്നത്. താൻ ഇനി എങ്ങനെയല്ല തൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകും, തനിക്കൊരു ഭാവി ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ട് ആ മോൾ കരഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആ മോളുടെ മേൽ നിൻ്റെ കൃപ ചലിക്കണമപ്പാ. ആ മോളുടെ മേൽ അവിടുത്തെ കൃപ ചലിക്കണമപ്പാ. കരുതുന്ന അനുഭവം, ദൈവത്തിൻ്റെ കരം തനിക്ക് വേണ്ടി അപ്പോൾ കരുതിയിരിക്കുന്നത് ഇന്നു മുതൽ കാണാനായി തുടങ്ങട്ടെ അപ്പാ. ഇന്നു മുതൽ അത് അനുഭവിക്കുവാനായി തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ മോളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്നോർത്ത് നന്ദി കർത്താവെ. മുൻപോട്ട് നോക്കിയാൽ എങ്ങോട്ടാണ് പോകേണ്ടെന്ന് പോലും അറിയാത്ത വിധത്തിൽ കർത്താവെ ബ്ലാങ്കായി നിൽക്കുന്ന ആ സ്ഥിതിയിൽ നിന്ന് കർത്താവിനോടൊപ്പം സഞ്ചരിക്കുവാൻ കഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. എന്നാൽ അതോടൊപ്പം തൻ്റെ ഹസ്ബൻഡുമായിട്ട് പിണക്കത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ ഇടർച്ചയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ഹല്ലേലൂയ. കർത്താവേ, ആ കുടുംബത്തിന്മേൽ നിൻ്റെ കൃപ ചലിക്കണമപ്പാ. ആ കുടുംബത്തിന്മേൽ നിൻ്റെ കൃപ ചലിക്കണമപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ കാണുന്ന ഓരോ വീടുകളിലും ദൈവിക സന്ദർശനം ഉണ്ടാകട്ടെ, അനുഭവങ്ങളുണ്ടാകട്ടെ. ചിതറിക്കിടക്കുന്നത് ഹല്ലേലൂയ കർത്താവേ, അടുക്കും ചിട്ടയുമില്ലാതായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പണിയപ്പെടട്ടെ അപ്പാ. നിൻ്റെ കൃപ അതിന്മേൽ ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹവും നിറവും നിങ്ങളുടെ ലൈഫിലുണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.